വയനാട് നടവയൽ നെയ്ക്കുപ്പയിൽ കാട്ടാനയുടെ ആക്രമണം. കാറും ബൈക്കും കാട്ടാന അടിച്ചു തകർത്തു. പാറക്കൽ തങ്കച്ചൻ, അമൽ എന്നിവരുടെ വാഹനങ്ങളാണ് കാട്ടാന തകർത്തത്. ദീപക് മോഹൻ നമുക്കൊപ്പം. ദീപക് മോഹൻ, ഈ കാട്ടാന ആക്രമണത്തിൽ ഇവരുടെ വാഹനങ്ങൾ തകർത്തു. ഇവർക്ക് പരിക്കുണ്ടോ? സുജാപാർവതി, നിലവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു കാറും ഒരു ബൈക്കുമാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് നടവയൽ AKG സെന്ററിൽ കാട്ടാന ഇറങ്ങി ഈ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന കാറും ബൈക്കും കാട്ടാന അടിച്ചു തകർത്തത്. ഒപ്പം ഷെഡും അടിച്ചു തകർത്തിട്ടുണ്ട്. ഈ മേഖലയിലൊക്കെ തന്നെ കാട്ടാനയുടെ ശല്യം നിരവധി നാളുകളായി രൂക്ഷമാണ്. ഈ പ്രദേശത്തെ പാതിരി സെക്ഷൻ നോർത്ത് വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. ഇന്നലെ രാത്രിയോട് കൂടി ഇറങ്ങിയ ആനയാണ് ഇന്ന് പുലർച്ചെ 2:30 കൂടി ഈ AKG സെന്ററിൽ കാർ ഷെഡിൽ നിർത്തിയിട്ടിരുന്ന 2 വാഹനങ്ങൾ അടിച്ചു തകർത്തത്. പാറക്കൽ തങ്കച്ചൻ, പാറക്കൽ അമൽ എന്നിവരുടെ 2 വാഹനങ്ങളാണ് കാട്ടാന തകർത്തത്. നിരവധി നാളുകളായി ഈ മേഖലയിലൊക്കെ തന്നെ കാട്ടാന ഇറങ്ങി ഏക്കർ കണക്കിന് കൃഷിയൊക്കെ നശിപ്പിക്കുന്നത് രൂക്ഷമാണ്. നെയ്ക്കുപ്പ, AKG നഗർ, ഒപ്പം കക്കോടൻ ബ്ലോക്കിലൊക്കെ തന്നെ കാട്ടാനയുടെ ശല്യം നാളുകളായുണ്ട്. പ്രദേശവാസികൾ നിരവധി തവണ വനംവകുപ്പിന് വിവരം അറിയിച്ചിരുന്നു. കടുവയുടെ സാന്നിധ്യമൊക്കെ മുൻപുണ്ടായിരുന്ന സ്ഥലത്താണ് കാട്ടാനയുടെ ശല്യം രൂക്ഷമാകുന്നത്. രാത്രിയൊക്കെ തന്നെ ആ മേഖലകളിലൊക്കെ സഞ്ചരിക്കുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. ആ മേഖലയിൽ എപ്പോഴും കാട്ടാനയുടെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. പ്രദേശവാസികൾ വനംവകുപ്പിന് വിവരം അറിയിച്ചിട്ടുണ്ട്. വനംവകുപ്പ് ആ മേഖലയിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ കാട്ടാനകൾ ജനവാസ മേഖലയിൽ തടയാനായി. ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള സർവകലാശാല